വളരെ ഞെട്ടിക്കുന്നതും സെൻസിറ്റീവുമായ ഒരു കാര്യമാണ് ആദില ഇന്ന് ജിഷിനോടും ഷാനവാസിനോടും പറഞ്ഞിരിക്കുന്നത്. ഷാരികയും ആദിലയും നൂറയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് കുറേ നേരമായി എല്ലാവരും ചോദിക്കുന്നു. ഇപ്പോൾ കുറച്ച് സമയം മുമ്പ് നൂറയുമായി ഷാരിക വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു ആദില ഈ കാര്യങ്ങളെല്ലാം ജിഷിനോടും ഷാനവാസിനോടും പറഞ്ഞിരിക്കുന്നത്. അവർ എന്തിനാണ് ഇങ്ങനെ നിങ്ങളോട് ഫയർ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴായിരുന്നു ആദില ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഷാരികയ്ക്ക് അനുമോളോട് പ്രണയമായിരുന്നു എന്നാണ് ആദില പറഞ്ഞിരിക്കുന്നത്. ഇത് ഷാരിക ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഷാരിക ആദിലയോടും നൂറയോടും പറഞ്ഞിരുന്നത് അനുമോൾക്ക് എന്നോട് ഒരു പ്രണയമുള്ളതുപോലെയുണ്ട്. ഞാൻ കോളേജിലെല്ലാം പഠിക്കുമ്പോൾ എന്നോട് ഇതുപോലെ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അനുമോളെ കൊണ്ട് തന്നെ ഞാൻ അത് പറയിപ്പിക്കുമെന്ന് ഒരിക്കൽ ആദിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് തന്നെ ആദില ഇക്കാര്യം അനുമോളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അനുമോൾ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ചേച്ചിയെ, ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല, എന്താണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള തരത്തിലെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ആദിലയ്ക്ക് മനസ്സിലായി ഷാരികക്കാണ് അനുമോളോട് പ്രണയമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അനുമോളെ നീ ഒന്ന് വലിഞ്ഞു നിന്നേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ലൈവിൽ ടെലികാസ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് ആദില ഇപ്പോൾ പറയുന്നത്. ഇവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ടായിരുന്നു. അന്ന് മൈക്കെല്ലാം മാറ്റിയിട്ടാണ് സംസാരിച്ചത് എന്ന് ഷാനവാസിനോടും ജിഷിനോടും പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അത് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഷാരിക നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് എങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചു. അപ്പോൾ ആദില പറഞ്ഞു, ഇന്നലെ തൊട്ട് ചേച്ചിയുമായി സംസാരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചേച്ചി ഇരുന്ന് സംസാരിക്കുവാൻ തയ്യാറല്ല, പുറത്ത് വെച്ച് കാണാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ചോദിച്ചു, ഈ ഡിസ്റ്റൻസ് ഇടുവാനുള്ള കാരണം അനുമോളുടെ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് മനസ്സിലായത് ഇത് ടെലികാസ്റ്റ് ആയിട്ടുണ്ട്, പുള്ളിക്കാരി ഇത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഷാരികയുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംസാരം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഷാരിക ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് കൂടുതൽ ആധികാരികമായി അറിയില്ല. ഇതെല്ലാം ലൈവിൽ ഇവർ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വീഡിയോയാണ്. അനാവശ്യമായി ഷാരികയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ച് ഒരു മോശം കഥാപാത്രമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് ഒരു പ്രശ്നമുണ്ടാകുവാൻ ഏറെ സാധ്യത കാണുന്നു. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.